രണ്ടാം ലോക മഹായുദ്ധവും ഹിറ്റ്ലറുടെ ജൂതവിരോധവുമെല്ലാം എക്കാലവും നാം ചർച്ച ചെയ്യപ്പെട്ട സംഭവ വികാസങ്ങളാണ്. ജർമ്മൻസിൽ ജൂതവിരോധം ആഴത്തിൽ വേരോടിയ ആ സമയങ്ങളിൽ ജൂതനെ തിരഞ്ഞുപിടിച്ചു കൊല്ലാൻ നടന്ന നാസികളെ എക്കാലവും മനുഷ്യർ ഓർക്കാറുമുണ്ട്. ജൂതർ മരിക്കേണ്ടവരാണെന്ന് ഒരു സമൂഹം അടിയുറച്ചു വിശ്വസിച്ചു പോന്നിരുന്ന ഒരു കാലം. എന്നാൽ അതിൻ്റെ പരിണത ഫലമെന്നത് ലക്ഷക്കണക്കിന് ജൂതരുടെ മരണമായിരുന്നു. ജൂതനെ മനുഷ്യനായി കാണാൻ പോലും മടിച്ചിരുന്ന അന്നത്തെ നാസികളിൽ ജൂതയായ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച ജർമ്മൻകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസ് വുൻഷ്. വംശീയ വെറുപ്പിൽ നിന്നും പരസ്പരം അറിയാതെ പ്രണയിച്ചുപോയ അവരുടെ കഥ ഇന്നും ചരിത്രത്തിലെ ഒരു അത്ഭുതം തന്നെയാണ്. 1942 കാലഘട്ടങ്ങളിൽ ജൂതരെ മരണ ക്യാമ്പുകളായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമായിരുന്നു. അന്ന് ആദ്യമായി ഇത്തരം ക്യാമ്പുകളിലേക്ക് അയക്കപ്പെട്ട 1997 ജൂത തടവുകാരിൽ ഒരാളായിരുന്നു ഹെലീന. കുറച്ചു നാളത്തേക്ക് തൊഴിലെടുക്കാനാണെന്ന് പറഞ്ഞാണ് ഇവരെ സ്ലോവാക് അധികാരികൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സ്ലോവാക് സർക്കാർ ഇവരെ നാസികൾക്ക് പണം വാങ്ങി വിൽക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ഇവർ അറിഞ്ഞതുമില്ല. അങ്ങനെ ജോലിയെടുക്കാനെന്ന വ്യാജേന അവരെ കൊണ്ടുവന്നത് ജൂതരുടെ മരണക്കയങ്ങളായ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കായിരുന്നു. അപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന സത്യം അവർ തിരിച്ചറിയുന്നത്. അന്ന് ഹെലീനയ്ക്ക് 20 വയസ്സു മാത്രമായിരുന്നു പ്രായം. ക്യാമ്പിലെത്തിയ ഉടനെ പലരെയും നാസികൾ തരംതിരിച്ചു. അതിൽ ഹെലീനയെ അവർ ക്യാമ്പിലെ ഒരു തകർന്ന കെട്ടിടത്തിലേക്ക് ജോലിക്കായി തിരഞ്ഞെടുത്തു. കൂടെ മറ്റു ചില പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ തന്റെ ജോലിക്കിടയിൽ പെട്ടെന്ന് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങി. അത് കണ്ടതും ജോലിക്കാരായ ജൂതർ ഓടിമറയാൻ ശ്രമിച്ചു. എന്നാൽ നാസികൾ അവരെ തടഞ്ഞു നിർത്തി. ആ അപകടത്തിൽ ഒരു പെൺകുട്ടി അവളുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു വീഴുന്നത് ഹെലീനയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആദ്യമായി ഒരു മരണം മുൻപിൽ കണ്ട നിമിഷങ്ങളായിരുന്നു അത്. നാളെ തനിക്കും ഒരുപക്ഷെ ഇത് സംഭവിക്കാമെന്ന ഒരു ചിന്തയുമായിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതം. കോൺസെൻട്രേഷൻ ക്യാമ്പിലെയും ഗ്യാസ് ചാമ്പറിലെയും ഒക്കെയുള്ള കൂട്ടക്കൊലകൾ അവളെ മരണത്തിനായി സന്നദ്ധയാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഭയത്തോടെയും വെറുപ്പോടെയും തന്റെ ജോലിയിൽ തുടരവേ അവളെ മറ്റൊരു ജോലിക്കായി നാസിക്കാർ നിയോഗിച്ചു. കൊല്ലപ്പെട്ട ജൂതരുടെ സാധനങ്ങൾ തരംതിരിക്കുന്നതായിരുന്നു ആ ജോലി. അതിനിടയിൽ വീണ്ടും മറ്റൊരു സ്ഥാനത്തേക്ക് അവളെ മാറ്റാൻ ഉത്തരവ് വന്നു. എന്നാൽ മറ്റൊരു ജോലിക്ക് അവൾക്കു താല്പര്യമില്ലായിരുന്നു. കാരണം അത്ര ഭാരമില്ലാത്ത ഒരു ജോലിയായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതേ ജോലിയിൽ തുടരണമെന്ന് അവളേറെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്റെ ജോലി മാറ്റത്തെക്കുറിച്ച് ഹെലീന ആശങ്കയിലായി നിൽക്കുന്ന അന്നേരം കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഗ്യാസ് ചാമ്പറുകളുടെ ചുമതലക്കാരനായ ഫ്രാൻസ് വുൻഷിന്റെ ജന്മദിനമായിരുന്നു. ആ ജന്മദിനത്തിൽ അയാൾക്കു വേണ്ടി ഒരു പാട്ട് പാടാൻ ഹെലീനയ്ക്ക് ഒരു അവസരം ലഭിക്കുകയുണ്ടായി. ആ ഒരു അവസരം എങ്ങനെയെങ്കിലും ഒന്ന് മുതലാക്കണമെന്നും അവൾ തീരുമാനിച്ചു. അതായത് അയാളെ ഒന്ന് ഇംപ്രസ് ചെയ്താൽ ചിലപ്പോൾ തന്റെ ഈ ജോലി മാറ്റം തടയാൻ സാധിക്കുമെന്നും അവൾ കണക്കുകൂട്ടി. ഫ്രാൻസ് വുൻഷ് എന്ന നാസിക്കാരന് അന്ന് അവളുടെ അതേ പ്രായമായിരുന്നു. മാത്രമല്ല അതിക്രൂരമായ ഒരു നാസിക്കാരനായിരുന്നു അയാൾ. ദിവസം തോറും ആയിരക്കണക്കിന് ജൂതരെ ഗ്യാസ് ചാമ്പറുകളിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാർഡ് കൂടിയായിരുന്നു ഫ്രാൻസ്. മാത്രമല്ല നിരവധി ജൂത തടവുകാരെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ചും ഇയാൾ കൊലപ്പെടുത്തിയിരുന്നു. അതായത് അത്രയും ജൂതവിരോധിയായ ഒരു കൊടും ക്രൂരനായ നാസിക്കാരനായിരുന്നു ഫ്രാൻസ്. അങ്ങനെ ഫ്രാൻസിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പാട്ടുപാടാനായി ഹെലീന എത്തിച്ചേർന്നു. അവൾ അയാൾക്കു വേണ്ടി ഗാനം ആലപിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. തന്റെ അവസ്ഥയെക്കുറിച്ചോർത്തും നാളെ ചിലപ്പോൾ താൻ മരണപ്പെടാമെന്ന ചിന്തയിലും അവൾ പാടുന്നതോടൊപ്പം കരഞ്ഞുകൊണ്ടിരുന്നു. ഇന്നേരം ഫ്രാൻസ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ അവളുടെ പാട്ടിൽ വളരെയേറെ ആകൃഷ്ടനായി. പാട്ടുപാടി നിർത്തിയതും അയാൾ പൊടുന്നനെ അവളോടായി ഇങ്ങനെ പറഞ്ഞു, പ്ലീസ് ഒന്നുകൂടി പാടൂ. ഫ്രാൻസിന്റെ വായിൽ നിന്നും അത് കേട്ടതും മറ്റു ജൂതരും നാസി ഉദ്യോഗസ്ഥരുമെല്ലാം ഒന്ന് സ്തംഭിച്ചുപോയി. അതായത് ഒരു നാസിക്കാരൻ ജൂത സ്ത്രീയോട് ദയവായി ഒന്ന് പാട്ടുപാടൂ എന്ന് പറയുന്നത് അന്നത്തെ അവസ്ഥയിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. ആ ശബ്ദം കേട്ടതും അതൊരു മൃഗത്തിന്റെ ശബ്ദമല്ലല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ തലയുയർത്തി നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ പതിച്ചത് ഒരു നാസി യൂണിഫോം ആയിരുന്നു. ഇതൊരു കൊലപാതകിയുടെ ശബ്ദമാണോ അതോ ഇതൊരു മനുഷ്യന്റെയോ? അവളുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനാകുമായിരുന്നില്ല. അങ്ങനെ അവൾ വീണ്ടും അയാൾക്കായി പാട്ടുപാടി. അതിലയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. താൻ നാളെ ഒരുപക്ഷെ കൊല്ലേണ്ട ഒരു വ്യക്തിയാണിതെന്ന സത്യം പോലും അയാൾ ഒരു നിമിഷം മറന്നുപോയി. അതോടെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അതേ ജോലിയിൽ തുടരാനും അവൾക്ക് അനുമതി ലഭിച്ചു.
അങ്ങനെ ആ ജോലിയിൽ തന്നെ അവൾ തുടരവേ അയാൾ ഒരിക്കൽ അവളെ കാണാനായി ക്യാമ്പിൽ എത്തിച്ചേർന്നു. അവൾക്കായി അയാളുടെ കയ്യിൽ ഒരു കത്തുമുണ്ടായിരുന്നു. അവളെ കണ്ട ഉടനെ ഫ്രാൻസ് ആരും കാണാതെ തന്റെ കയ്യിലുള്ള കത്ത് അവൾക്ക് നേരെ എറിയുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഫ്രാൻസിനെ കണ്ടപ്പോൾ അവൾക്ക് വെറുപ്പ് മാത്രമാണ് മനസ്സിൽ തോന്നിയിരുന്നത്. ദിവസവും മനുഷ്യരെ കൊന്നുതള്ളുന്ന ഒരു പിശാച്, അത്രയേ അവൾക്ക് അയാളോട് മതിപ്പുള്ളൂ. കത്ത് എറിഞ്ഞ ശേഷം ഫ്രാൻസ് അവിടെ നിന്ന് മാറിപ്പോയതും അവൾ ആ കത്തെടുത്ത് കീറിക്കളയുകയും ചെയ്തു. എന്നാൽ ആ കത്തിലെ ഒരു വാക്ക് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇതായിരുന്നു ആ വാക്കുകൾ. എന്നാൽ ഒരു നാസിക്കാരനുമായി ഇടപഴകുന്നതിനേക്കാൾ ഭേദം സ്വയം മരിക്കുന്നതാണെന്ന് ഹെലീനയ്ക്ക് തോന്നി. അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും പിന്നീട് പലപ്പോഴും ഫ്രാൻസ് അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ മരണ ക്യാമ്പിൽ നിന്നും അവളെ രക്ഷപ്പെടുത്താൻ മാത്രം ഒരു വാത്സല്യമൊന്നും അയാൾ അവളോട് കാണിച്ചിരുന്നില്ല. ചിലപ്പോൾ അത് അയാൾക്ക് സാധിക്കില്ലായിരിക്കാം. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ജൂതരെ രക്ഷപ്പെടുത്തുക എന്നത് ഒരു ജർമ്മൻകാരന് അന്ന് സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ അവളോട് അയാൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അവൾക്ക് അയാളോട് വെറുപ്പാണെങ്കിലും ഇടയ്ക്കൊക്കെ അവൾ അയാളോട് സംസാരിക്കുമായിരുന്നു. കൂടാതെ അവൾക്ക് പ്രത്യേകം ഭക്ഷണവും വസ്ത്രവും ഒക്കെ മേലുദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഫ്രാൻസ് അവൾക്ക് നൽകിയിരുന്നു. സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും അയാൾ അവളെ സഹായിച്ചുകൊണ്ടിരുന്നു. തന്റെ അമ്മ നൽകുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്കുപോലും അവൾക്കായി ഫ്രാൻസ് മാറ്റിവെച്ചിരുന്നു. നമുക്കറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന ആ മരണ ക്യാമ്പിൽ ഭക്ഷണം കിട്ടുക എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അങ്ങനെ ഹെലീന തനിക്ക് കിട്ടിയ ഭക്ഷണം മറ്റു തടവുകാരുമായി പങ്കിട്ട് കഴിക്കുകയും ചെയ്തിരുന്നു. ഇത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും ഒരു പരിധിവരെ സഹായകമായി. ഒരിക്കൽ ഫ്രാൻസ് ഒരു തടവുകാരനെ മർദ്ദിക്കുന്നതിനിടയിൽ ഹെലീന ഇടപെട്ട് അയാളുടെ കൈവരെ പിടിച്ചു നിർത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജൂത തടവുകാരി ഒരു നാസിക്കാരന്റെ കൈ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ അതൊരു മഹാ അത്ഭുതം തന്നെയായിരുന്നു. അത്രമേൽ അയാൾ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണിത്. പക്ഷെ അവളോടുള്ള ഈ ഒരു പ്രത്യേക പരിഗണന മറ്റു ചില തടവുകാരിൽ അസൂയയ്ക്കും കാരണമായി തീർന്നു. എങ്കിലും അവൾ തന്നെ കൊണ്ടാവുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഹെലീനയുടെ സഹോദരി 9 വയസ്സുള്ള അവളുടെ പെൺകുട്ടിയും ഒരു നവജാത ശിശുവുമായി ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നു. അന്ന് കുഞ്ഞുങ്ങളുമായി വന്നിരുന്ന സ്ത്രീകളെയെല്ലാം നേരെ ഗ്യാസ് ചേമ്പറിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കാരണം ആ സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സാധിക്കില്ല. കുട്ടികളെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി വരുന്ന അമ്മമാരെ നേരെ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. അങ്ങനെ ഹെലീനയുടെ സഹോദരിയെയും മക്കളെയും നാസിക്കാർ ഗ്യാസ് ചേമ്പറിലേക്ക് കൊല്ലാനായി കൊണ്ടുപോയി. തന്റെ സഹോദരി ക്യാമ്പിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ ഉടനെ ഹെലീന ഗ്യാസ് ചേമ്പറിലേക്ക് ഓടിയെത്തി.